എന്താ നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കാനും കാര്യങ്ങളൊക്കെ? ലോജിസ്റ്റിക്സിൽ എന്താ പഠിക്കുന്നത്? അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു ഇപ്പൊ സയൻസ് എടുത്താലാണോ ലോജിസ്റ്റിക്സിന് അപ്ലൈ അല്ലല്ല, കമ്പനി ആകുമ്പോൾ മൊത്തം കൂടെ 9 hours ഒരു ദിവസം പഠിക്കാനുള്ള എക്യുപ്മെന്റ്സ് കാര്യം ലാപ്ടോപ്പ് കൊടുക്കണ്ടേ? ടെക്നോളജിക്ക് ലാപ്ടോപ്പ് കിട്ടിയപ്പോൾ അതുപോലെ ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിങ്ങിന്റെ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലോജിസ്റ്റിക്സ് ചെയ്യുന്ന ദീപക്കിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. എന്റെ പേര് ദീപക്, കോട്ടയത്ത് നിന്നാണ്. അപ്പൊ ദീപക് ജർമ്മനിയിൽ എത്തിയിട്ട് ഇപ്പൊ എന്തൊരു നാളായി? ഞാനിപ്പോ എത്തിയിട്ട് ഇപ്പൊ 4 മാസമായി. അപ്പൊ അതെങ്ങനെയാണ് നാട്ടിൽ നിന്നപ്പോ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പഠിച്ച് ഏത് മൊഡ്യൂൾ വരെയൊക്കെ എടുത്തു? B1 B2 ഞാൻ B1 കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ B2 വരെ പഠിച്ച് അത് കഴിഞ്ഞ് B1 എക്സാം എഴുതി എന്നിട്ട് ഇങ്ങോട്ട് നോക്കുമായിരുന്നു. അപ്പൊ ഏജൻസി വഴിയാണോ വന്നത് അതോ സ്വന്തമായിട്ട്? ഏജൻസി കുറെ നോക്കി. ഫസ്റ്റ് ഏജൻസി ഒക്കെ എടുത്തപ്പം ഒരു ഏജൻസി നല്ല രീതിക്ക് പണി തന്നു, സ്കാം ഒക്കെ ആയിരുന്നു. കുറച്ച് പൈസയൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഏജൻസി കൊടുത്തിട്ട് അവിടെ നിന്ന് നല്ല പോലെ നടന്നില്ല. അപ്പം അവിടുത്തെ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു സ്റ്റാഫ് ചെയ്തു തരുമായിരുന്നു. പുള്ളി നോർത്ത് ഇന്ത്യൻ ആണ്. പുള്ളി അല്ലാതെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരുമായിരുന്നു. അപ്പൊ പിന്നെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അതോ തന്നെ ചെയ്യാം? ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ നീ എന്തൊരു നാളെടുത്തു പഠിച്ച് പാസ്സാവാനൊക്കെ ആയിട്ട്? ഞാൻ ലാംഗ്വേജ് ഏകദേശം 10 months കൊച്ചി പഠിച്ചു. ഞാൻ എടപ്പള്ളി തൃക്കാക്കരയിലാണ് പഠിച്ചത്. അവിടെ എനേബിൾ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പഠിച്ച് അത് കഴിഞ്ഞ് പിന്നെ എക്സാം ഒക്കെ പാസ്സാകാൻ ഒരു സംതിങ് 6 months ഒക്കെ എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 months ഇത് ഈ പ്രോസസിങ്ങിന്റെ കുറെ നടന്നു. ഇപ്പം ഇവിടെ ഇപ്പൊ ടോട്ടല് 1.5 കൊല്ലം 2 കൊല്ലം അടുത്തായിട്ട്. അതായത് ഇവിടുത്തെ അക്കോമഡേഷനും പിന്നെ ബാങ്ക് അക്കൗണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സിറ്റി രജിസ്ട്രേഷൻ, ഇതൊക്കെ ഇപ്പൊ എങ്ങനെ ചെയ്തത്? കമ്പനി അതെല്ലാം കമ്പനി തന്നെ ചെയ്തു തരുമായിരുന്നു. അധികം കഷ്ടപ്പെട്ടില്ല. അവര് തന്നെ വന്നപ്പോ മുതൽ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. അവര് തന്നെ സിറ്റി രജിസ്ട്രേഷൻ ഒക്കെ അതായത് സ്ഥലത്ത് പോയി നമ്മുടെ കൂടെ ചെയ്യിക്കും. ഇപ്പൊ ഫസ്റ്റ് ഡേ ഇവിടെ എത്തിയപ്പോ എന്തായിരുന്നു നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും? ഫസ്റ്റ് ദിവസം എത്തിയപ്പം കമ്പനിയിൽ വർക്കില്ലായിരുന്നു. ഇവിടെ നമുക്കൊരു 3 ദിവസം ലീവ് ഉണ്ടായിരുന്നു. നമ്മള് പയ്യെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഈ സാധനങ്ങൾ മേടിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കമ്പനി ഫസ്റ്റ് ഡേ അവിടെ നമുക്കൊരു വെൽക്കം കമ്പനി ഫുൾ ആയിട്ട് ഇങ്ങനെ കാണിച്ചു കമ്പനി കാണിച്ചു തരുമായിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ അവരൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു കമ്പനിയെ കുറിച്ച്. പിന്നെ നമുക്കൊരു നമുക്കായിട്ടൊരു ലഞ്ചൊക്കെ അവർ സെറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഫസ്റ്റ് കമ്പനിയിലെ റൂൾസും അങ്ങനെയുള്ളത് അതൊക്കെ അവര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പം മന്നം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഒരു 15 പേരുണ്ടായിരുന്നു. 15 പേരും പല പല ഡിപ്പാർട്ട്മെന്റിലും പല പല വർക്കുമായിരുന്നു. കുറച്ച് പേര് ടെക്നീഷ്യന്മാര്, കുറച്ച് പേര് ലോജിസ്റ്റിക്സ്, ബാക്കി കുറച്ച് പേര് ഫുഡ് ടെക്നോളജി, അങ്ങനെയൊക്കെ. എല്ലാരും മലയാളീസ് ആയിരുന്നു അതോ? ലോജിസ്റ്റിക്സ് മൊത്തം 5 പേരുണ്ട്. അതിൻ്റെ അകത്ത് ഞാനും വേറൊരു മലയാളിയും കൂടെ ഉള്ളു. ബാക്കി ഒരു ഹരിയാനക്കാരായിരുന്നു. അപ്പൊ ലോജിസ്റ്റിക്സ് ചെയ്യുന്ന നിങ്ങൾ തമ്മിൽ നേരത്തെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല? ഇവിടെ ഇപ്പൊ ആദ്യത്തെ ഒരാഴ്ച മൊത്തം കമ്പനിയിലായിരുന്നോ അതോ സ്കൂളിലേക്കൊക്കെ പോകണ്ടോ? അത് ആദ്യത്തെ ഒരാഴ്ച ഫുള്ള് കമ്പനിയായിരുന്നു. ഇതിപ്പം ഞങ്ങൾക്ക് 1 month ഫുള്ള് 3 ആഴ്ച വർക്കാണെങ്കിൽ ബാക്കി ഒരാഴ്ച ഷൂലായിരുന്നു. ഷൂലയിൽ പോകുമ്പോ എന്താ നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കാനും കാര്യങ്ങളൊക്കെ? ലോജിസ്റ്റിക്സിൽ എന്താ പഠിക്കുന്നത്? ഷൂളെ പോയി കഴിയുമ്പം നമുക്ക് ഈ ലോജിസ്റ്റിക്സിന്റെ തന്നെ സബ്ജക്റ്റ് ഉണ്ട്. അതുകൂടാതെ സ്പോർട്സ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ഡോയിഷിന്റെ തന്നെ ആയിട്ട് ക്ലാസ് ഉണ്ട്. പിന്നെ അപ്പൊ ഇതില് മെയിൻ ആയിട്ട് എന്തൊക്കെ ടോപ്പിക്കാണ്? സയൻസ് ആയിട്ടാണോ റിലേറ്റ് ചെയ്യണത് അതോ? അത് അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് ഒരു ലോജിസ്റ്റിക്സിന്റെ ഒരു വെയർ ഹൗസിൽ നടക്കണ ഒരേ പ്രോസസ് ഒക്കെ ആയിരിക്കും പറഞ്ഞു തന്നെ. നമ്മളവിടെ എന്തൊക്കെ ചെയ്യണം, പിന്നെ അവിടുത്തെ ഒരേ ഈ വെയർ ഹൗസിന്റെ ഒക്കെ അത് എന്തൊക്കെ ടൈപ്സ് ഉണ്ട്, പിന്നെ അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ.
അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടുവിൽ ഇപ്പൊ സയൻസ് എടുത്താലാണോ ലോജിസ്റ്റിക്സിന് അപ്ലൈ ചെയ്യാൻ അല്ല ഞാൻ കൊമേഴ്സ് എടുത്തു. നമുക്ക് ഏത് ഫീൽഡാണെങ്കിലും കുഴപ്പമില്ല, ലോജിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞപ്പോ ഡിഗ്രി എടുത്താണെങ്കിലും എന്താണെങ്കിലും പ്ലസ് ടുവിൽ ഇപ്പൊ മാത്സ് അങ്ങനെ ഫിസിക്സ് ഒക്കെ എടുത്തവർക്ക് ടഫ്, മാത്സ് ഇപ്പൊ ടഫ് ആയിട്ടുള്ളവർക്ക് ലോജിസ്റ്റിക്സ് പഠിക്കാൻ പറ്റുമെന്നൊക്കെ കുറച്ച് പേര് ചോദിക്കണ്ടേ. അപ്പൊ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് മാത്സ് അങ്ങനെ അധികമായിട്ട് ഇപ്പം ഞങ്ങളിപ്പം 4 months ആയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിലങ്ങനെ മാത്സിന്റെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ കുറച്ചുണ്ട് മാത്സ് എന്ന് വെച്ചാൽ നമ്മള് ഒരു അത്യാവശ്യം ഒരു ബേസിക് മാത്സ് ഒക്കെ അറിഞ്ഞിരിക്കണം നല്ലത്. അപ്പൊ കമ്പനിയിലപ്പോ എന്താണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള വർക്ക്? നിങ്ങളെ കൊണ്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യിച്ചത്, അപ്പൊ ഇപ്പൊ എന്താ ചെയ്യിക്കണേ? അങ്ങനെയുള്ള ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ ആദ്യത്തെ ഇപ്പൊ ചെയ്യണ വർക്കായിട്ട്? അങ്ങനെ ഡിഫറൻസ് ഇല്ല, ഇപ്പം ഒന്നുമില്ല. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് വെയർഹൗസിലാണ്. എനിക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കമ്പനിയിൽ ആവശ്യമുള്ള ടൂൾസും നട്ട്സും എല്ലാം കളക്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. എനിക്കവിടെ വന്ന് ഈ ടെക്നീഷ്യന്മാര് ഇത് വന്നെടുക്കുമ്പോൾ അത് എത്ര എണ്ണം അവരെടുക്കുന്നു അത് കമ്പ്യൂട്ടർ എൻ്റർ ചെയ്യണം, നോട്ട് ചെയ്യണം. ഒരു സെറ്റിലുണ്ട്, നമ്മൾ നോട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് എന്നിട്ട് അവിടത്തെ കമ്പ്യൂട്ടറിൽ ഒരു ഇത്ര എണ്ണം ഉണ്ടെന്നുണ്ട് പോയി സ്റ്റോർ ഉണ്ട്. അതപ്പം കറക്റ്റ് തീരുമ്പം തന്നെ ബുക്കായിട്ട് അത് എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ വെയർഹൗസിൽ നിന്ന് ഇങ്ങോട്ട് ആവശ്യമുണ്ട് പോയി അതൊക്കെ വരും. ഇത് ഇങ്ങോട്ട് തന്നെ വന്നോളൂ. കമ്പനിയിലിപ്പോ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ്, അത് വേറെ സെക്ഷനിലോട്ട് ഇത്ര മാസം കഴിയുമ്പോ മാറ്റും അങ്ങനെയൊക്കെ ഉണ്ട്? അങ്ങനെയുണ്ട്. അത് 6 months കൂടുമ്പം നമ്മുടെ ഒരു അപ്ഡേറ്റിലൊന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന വെയർഹൗസിലാണെങ്കിൽ എനിക്ക് ഫെബ്രുവരി ആയി കഴിഞ്ഞാൽ ഇനി എക്സ്പോർട്ടിലേക്ക് മാറണം. എക്സ്പോർട്ടിൽ എന്താ ചെയ്യുന്നത്? എക്സ്പോർട്ടിൽ അവിടെ ശരിക്കും അവിടുത്തെ കമ്പനിയുടെ ഗുഡ്സിന്റെ ഒരു എങ്ങനെയാ നമ്മള് പാക്ക് ചെയ്തിട്ട് നമ്മളത് എൽക്കാവയിലേക്ക് ഈ അപ്ലോഡ് ചെയ്യുന്നു. മറ്റേ വണ്ടി ഉന്തിക്കൊണ്ടുപോണ തല്ലിക്കൊണ്ട് സാധനങ്ങളൊക്കെ അത് അങ്ങനെ കൊണ്ടുപോയി നമ്മള് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യണം പരിപാടി. അങ്ങനെ വലിയ ബുദ്ധിമുട്ടും ഉള്ള വർക്ക് ഏതാ കമ്പയർ ചെയ്യുമ്പോ ഏതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിട്ടുള്ളത്? അത് വെയർഹൗസ് ഞാനിപ്പോ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അത്ര കഷ്ടപ്പാടൊന്നുമില്ല, നമുക്ക് ഇടയ്ക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടും. ലാംഗ്വേജ് എങ്ങനെയുണ്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോ? ലാംഗ്വേജ് ഇഷ്യൂ ആയിട്ട് തോന്നി? ലാംഗ്വേജ് നമുക്ക് തുടക്കം ഒരു 1-2 മാസം കുറച്ച് പാടായിട്ട് തോന്നി. പിന്നെ നമുക്ക് അവരെന്താ പറയണേന്ന് മനസ്സിലാവും. നമ്മള് പയ്യെ ഇമ്പ്രൂവ് ചെയ്യാൻ അത്രോ പറയുന്നുള്ളൂ. അപ്പൊ തിയറി ക്ലാസ്സിന് പോകുമ്പോഴും ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു? തിയറി ക്ലാസ്സിൽ പോകുമ്പോ നല്ല പ്രശ്നമുണ്ട്. നമുക്ക് ആദ്യത്തെ ഒരു 2-3 മാസം ഒന്നും മനസ്സിലാവുന്ന പോലില്ല. പയ്യെ ക്യാച്ചപ്പ് ചെയ്ത് പിന്നെ എന്താ പഠിപ്പിക്കണെന്നൊക്കെ ഇവിടെ വന്നിരുന്ന് പഠിച്ച് അങ്ങനെ മനസ്സിലാക്കുമായിരുന്നു. അപ്പൊ ഇവിടത്തെ എങ്ങനെയാണ് വ്യത്യാസം? നാട്ടിലത്തെ പോലെ കുറെ പഠിക്കാനുണ്ടോ? അതുപോലെ എക്സാം ഒക്കെ എപ്പോഴും ഉണ്ടാവും? എക്സാം എപ്പോഴും ഇല്ലായിരിക്കും, പക്ഷെ അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ക്ലാസ് ടെസ്റ്റ് പോലെ ഇതിടും. ആ മാർക്ക് പക്ഷെ അവര് ലാസ്റ്റ് എക്സാമിലേക്ക് കൺസിഡർ ചെയ്യും. എക്സാം എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സാം ഹൽസൈനിസ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. അത് നമ്മുടെ ഈ കോഴ്സ് 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അതൊരു 1.5 വർഷം ആകുമ്പോൾ ഒരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ എക്സാം ആയിട്ട് ലാസ്റ്റ് ഒരു നമ്മുടെ ഒരു എക്സാം വരും. അത് മാത്രം 2 എക്സാം ഉള്ളൂ ടോട്ടൽ. ഈ തിയറി നമുക്ക് പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പഠിക്കാനുള്ള എക്യുപ്മെന്റ്സും കാര്യം ലാപ്ടോപ്പ് ഒക്കെ കൊടുക്കണ്ടേ? ടെക്നോളജിക്ക് ലാപ്ടോപ്പ് കിട്ടി. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഞങ്ങള് ഇപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം ലാപ്ടോപ്പ് അവിടെ ഷൂളയിൽ എത്തിയിട്ടുണ്ട്. അതില് അവര് ആ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് അടുത്ത മാസം കിട്ടുമെന്നാണ് അവര് പറഞ്ഞത്. ഇപ്പൊ വേറെ സ്റ്റഡി മെറ്റീരിയൽസ്, ബുക്സും ടെസ്റ്റ് അതൊക്കെ കമ്പനി തരും, അതോ നമ്മൾ സ്വന്തമായിട്ട്? അത് ഞങ്ങൾക്ക് കമ്പനി തന്നെ സ്പോൺസർ ചെയ്തു. അവര് തന്നെ നമ്മള് അവരോട് പറഞ്ഞിട്ട് അവര് നമുക്കായിട്ട് ഓർഡർ ചെയ്ത് വരുത്തി വരും. പിന്നെ ലോജിസ്റ്റിക്സിൽ എത്ര സ്റ്റൈപ്പൻഡ് കിട്ടും മന്ത്ലി? ഞങ്ങൾക്കിപ്പം ബ്രൂട്ടോ ആയിട്ട് പറയാനുള്ളത് 1000 ആണ്.
€1,000. അതിൻ്റെ അകത്ത് മീറ്റയും എന്ന് വെച്ചാൽ റെന്റും പിന്നെ ഏതാ ഈ പ്രൊസീഷറൊന്നും അതെല്ലാം കൂടെ കഴിഞ്ഞ് എല്ലാം 700 അടുത്ത് വരും കിട്ടും. ഈ അക്കോമഡേഷൻ കമ്പനി തന്നെ എന്ന് പറയുമ്പോൾ കമ്പനി എന്തെങ്കിലും പേ ചെയ്യണ്ടോ? അത് ഞങ്ങക്ക് ഇപ്പം റെന്റ് നല്ല കുറവാണ്. ഞങ്ങക്ക് ടോട്ടല് ഒരു 250 ആണ് റെന്റ്. പക്ഷെ അതിന്റെ പകുതി അടച്ചാൽ മതി, ബാക്കി കമ്പനി തന്നെ കൊടുക്കുകയാണ്. പിന്നെ എത്ര ദിവസം ഇപ്പൊ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്? ഒരു വർഷത്തിൽ നമുക്ക് എത്ര ദിവസം ലീവ് എടുക്കാം? നമുക്ക് കമ്പനിയിൽ ഒരു വർഷം 30 ദിവസം ലീവ് എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ വീക്കെൻഡ്സ് ഒഴികെ, അല്ല വീക്കെൻഡ്സ് കൂടാതെ നമുക്ക് ഈ നഴ്സിംഗ് വെച്ച് നോക്കുമ്പം ഇതിൻ്റെ അകത്ത് വീക്കെൻഡ്സ് നമുക്ക് എല്ലാ വീക്കെൻഡ്സും അവധി കിട്ടുകയും ചെയ്യും. ഇപ്പൊ ക്ലാസ് ആണെങ്കിലും കമ്പനി ആണെങ്കിലും ടൈം എങ്ങനെ തന്നെ നമ്മൾ പോയിട്ട് വന്ന ടൈം? നമുക്ക് കമ്പനി ആവുമ്പം മൊത്തം കൂടെ 9 hours ഒരു ദിവസം വർക്ക് ചെയ്യണം. 9 hours എന്ന് പറയുമ്പോൾ 8 hours വർക്ക് ചെയ്തിട്ട് ഒരു അവർ നമുക്ക് ബ്രേക്ക്. പിന്നെ ഉച്ചയ്ക്കുള്ള അവധി കിട്ടുക 30 ദിവസം ഒരു വർഷത്തിലുണ്ടല്ലോ. അപ്പൊ അതെടുത്തിട്ട് നമുക്ക് നാട്ടിലോട്ടൊക്കെ പോകാൻ പറ്റും. നാട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം. നമുക്ക് അതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് ഒരു 20 days അടുപ്പിച്ചെടുക്കുമ്പോൾ തന്നെ, എന്നുവെച്ചാൽ വർക്കിംഗ് ഡേയ്സ് എടുക്കുമ്പോൾ തന്നെ കറക്റ്റ് ഒരു മന്തായി. നമുക്കപ്പം ഈ 30 ദിവസം എടുക്കുവാണെങ്കിൽ തന്നെ ഒരു 1.5 മാസത്തേക്ക് കിട്ടും. ഇത് കൂടാണ്ട് ഇപ്പൊ വേറെ മറ്റേ ക്രാങ്ക് എടുക്കണമെങ്കിൽ അതും പറ്റില്ല. ക്രാങ്ക് ലോബില് പെടാതെ ക്രാങ്ക്. പക്ഷെ നമുക്ക് നല്ലൊരു ഇതാണെങ്കിലോ എന്നുവെച്ചാൽ നമ്മൾ ഡോക്ടറെ അപ്രോച്ച് ചെയ്ത് അവിടെ നിന്ന് ഈ ഇത് കിട്ടണം. ക്രാങ്കൻ ഷൈനൊക്കെ കിട്ടിയാലോ അത് കമ്പനി സ്വീകരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം അവരത് നമ്മളെ ഈ ഉർലോബിന്ന് ഡിഡക്ട് ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നേരത്തെ കമ്പനി തന്നെ സെറ്റാക്കി തന്നിട്ട് അതൊക്കെ അവർ ചെയ്ത്. ഇപ്പൊ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഇപ്പൊ 3 കൊല്ലം നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ പിന്നെ വർക്ക് ചെയ്ത് നിൽക്കാൻ പറ്റും. നമുക്ക് കമ്പനി നിൽക്കണമെങ്കിൽ നിൽക്കാം. നമുക്ക് ഓൾറെഡി അവിടെ ഒരു പ്ലേസ് ഉണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അവിടെ തന്നെ നിൽക്കണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമ്മുടെ സ്റ്റൈപ്പൻഡ് ഇപ്പൊ കോഴ്സ് ചെയ്യണതിന്റെ ഇടയ്ക്ക് ഒരു വർഷം കൂടി കിട്ടുമോ അതോ? നമുക്ക് ഒരേ വർഷം അനുസരിച്ച് €100 വെച്ച് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അതിന്റെ കൂടെ ക്രിസ്മസിനും പിന്നെ ഉർലോബ്സ് ഗിൽഡ് അങ്ങനെയുള്ള അങ്ങനെ കിട്ടും. ഫൈനാൻസ് ഗിൽഡ് ആയിട്ട് നമുക്കിപ്പം 250 സംതിങ് കിട്ടും. ഇത് 3.5 കൊല്ലം കംപ്ലീറ്റ് ചെയ്ത് 2 കൊല്ലം അവിടെ ആ കമ്പനി തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടോ? നമുക്ക് വേറെ കമ്പനിയിലോട്ട് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് വേറെ കമ്പനിയിലേക്ക് മാറണമെങ്കിൽ മാറാം, കുഴപ്പമില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തോരും മിനിമം സാലറി? നമുക്ക് കമ്പനി പറയുന്നത് എന്താന്ന് വെച്ചാൽ നെറ്റുമായിട്ട് തന്നെ ഏകദേശം €2,100 കിട്ടുമെന്നാണ് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നവരിപ്പം അത്രയും കിട്ടുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഈ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ സേവ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഫണ്ട് നമ്മുടെ അതെന്തായാലും ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ജർമ്മനിയിൽ മൊത്തം ട്രാവൽ ചെയ്യണത് ഏത് ടിക്കറ്റ്? ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് അതൊരു വലിയൊരു കാര്യമാണ്. അത് നമുക്ക് ആ ടിക്കറ്റ് വെച്ച് എവിടെ വേണമെങ്കിൽ പോകാം. നമുക്കിപ്പം ജർമ്മനി മാത്രമല്ലാതെ ഇപ്പം നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ് അവിടെയൊക്കെ നമുക്ക് ഒരു ലിമിറ്റ് വരെ അവിടെ പോകാൻ പറ്റും. ഈ ഷൂലെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തൊട്ടടുത്താണോ അതോ അത്യാവശ്യം ട്രാവൽ ചെയ്യാനുള്ള ദൂരമുണ്ടോ? ഷൂലെ അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ, ഏകദേശം ഒരു 1 hour ട്രാവൽ ചെയ്യാനുണ്ട്. അവിടെ കൂടെ ജർമ്മൻസ് വേറെ മലയാളികളുണ്ടോ? ഫുള്ള് ജർമ്മൻസ് ആണോ? അല്ല, അവിടെ ഏകദേശം ഫുള്ള് ജർമ്മൻസ്. ഞങ്ങള് 5 പേര് ഇന്ത്യൻസ് ഒഴിച്ച് ബാക്കിയുള്ള ജർമ്മൻസ്. ഒരു ഇൻടേക്കിൽ ഇപ്പോ കമ്പനിയില് വേറെ ജർമ്മൻസിന്റെ കൂടെയാണ് വർക്ക് ചെയ്യണേ അതോ നിങ്ങള് മലയാളികൾ ഒരു സ്ഥലത്താണോ? അങ്ങനെയല്ല, നമ്മള് എല്ലാവരുമായിട്ട് മിക്സ് ചെയ്തായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഇന്ത്യൻസ് മാത്രം ഒരുമിച്ച് അങ്ങനെയില്ല. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ ജർമ്മൻസ് ആയിട്ടുള്ളൊരു അവരുടെ നിന്നുള്ള ബിഹേവിയറും എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ജർമ്മൻസാണെങ്കിലും അതുപോലെ ഷൂളയിലും വർക്കുവാണെങ്കിൽ ജർമ്മൻസ് എപ്പോഴും അവരൊരു പൊളൈറ്റ് ആയിരിക്കും. ബാക്കിയുള്ള ഔട്ട്ലാൻഡേഴ്സ് അത്ര ഒരു ഇതല്ല, എന്നാലും പ്രശ്നമില്ല, വലിയ കുഴപ്പമില്ല. സ്പോർട്സിന്റെ പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പൊ ഇവിടെ എന്തൊക്കെ സ്പോർട്സിലൊക്കെ തരാൻ പറ്റും?
ഇവിടെ നമുക്ക് ഫസ്റ്റ് കുറച്ച് നമുക്ക് ഒരു വാമപ്പ് പോലെ അവര് തരും. ഇങ്ങനെ സ്കിപ്പിങ്, പിന്നെ ചെറിയ ഈ വോളിബോൾ എല്ലാം, ജോഗിങ് ഒക്കെ ചെയ്യാം. ഫസ്റ്റ് ജോഗിങ് നമ്മൾ കുറച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കളിക്കാം. പ്രത്യേകം ഷൂവും കാര്യങ്ങളൊക്കെ ഷൂ വേണം. എപ്പോഴും ഇൻഡോർ ആയിരിക്കും ഒരു സ്കൂളിലും ഷൂളിലൊക്കെ ഉള്ളത്. നമുക്ക് അവിടെ തന്നെ ആയിട്ടൊരു ഷൂ വേണം. അല്ലാണ്ട് ഇപ്പോ ദീപക്ക് ഫുട്ബോൾ കളിക്കാനൊക്കെ പോകണ്ടല്ലോ അവിടെ. അപ്പൊ അത് എങ്ങനെയാ ഇവിടെ പരിചയപ്പെട്ടതും കാര്യങ്ങളും? ഞാനത് ഇവിടെ കമ്പനിയുടെ തന്നെ അടുത്തായിട്ടൊരു ബുർബർബ് എന്ന് പറഞ്ഞൊരു ഒരു ടീമുണ്ട്. അപ്പം അവിടെ ഫ്രീ ആയിട്ടപ്പോ ട്രെയിനിങ് ഒക്കെ ഫ്രീ ആയിട്ടല്ല ട്രെയിനിങ്. നമുക്ക് ഇവിടെ ഒരു ക്ലബ്ബ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കളിക്കണേനും ഇതിനൊന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് തന്നെ കൊണ്ടുപോയിക്കോളും. നമ്മൾ ആദ്യമേ അവിടെ ഈ ക്ലബ്ബായിട്ട് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഒരേ ലീഗ് വെച്ച് കളിക്കാൻ പറ്റും. നമ്മളിപ്പം ക്രൈസ്റ്റ് ലീഗ മണ്ണിലാണെങ്കിലും. ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ കുക്ക് ചെയ്യണത്? ഒരുമിച്ചാണോ അതോ പ്രശ്നങ്ങളുണ്ടോ? നാട്ടിലത്തെ ഫുഡും ഇവിടുത്തെ ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താന്ന് വെച്ചാൽ ഈ ജമം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊച്ചിയിലായിരുന്നു. അപ്പം ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്ന് പരിചയമുള്ള അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള. ഇവിടെ വന്നിട്ട് തന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഉണ്ടാക്കി. ഈ നെക്സ്റ്റ് എന്താ പ്ലാൻ? ഇപ്പൊ ഡിസംബറിൽ കുറെ ഉർലോബും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ പോവാൻ പ്ലാൻ ഇട്ടാ? നെതർലാൻഡ്സും സ്വിറ്റ്സർലാൻഡൊക്കെ ഒന്ന് പോണമെന്നുണ്ട്. പക്ഷെ എന്താവുന്നറിയാൻ പറ്റില്ല. ഇപ്പൊ വിന്റർ ഒക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. തണുപ്പ് ഇപ്പൊ ഇവിടുത്തെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ എന്തായിരുന്നു? വെതറും ഫുഡ് അങ്ങനെയുള്ളതിൽ ഏറ്റവും ഇതായിട്ട് തോന്നി? തണുപ്പ് തന്നെയാണ്. അത് ഭയങ്കര ഒരു നമുക്ക് നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ജാക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ കൈയും നമ്മുടെ ഒരു ഇന്ത്യൻസിന്റെ ഒരു ഏഷ്യൻ ആ ഒരു ആൾക്കാർ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തണുപ്പ് ഫീൽ ചെയ്യും. കൈയൊക്കെ പെട്ടെന്ന് കളിക്കും. കൈ നെക്സ്റ്റ് ആയിട്ട് ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവരോട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ലാംഗ്വേജോ? ലാംഗ്വേജ് നല്ല രീതിക്ക് തറവായിട്ട് വരുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സ് അങ്ങനെ അധികം പഠിക്കാനില്ല. പഠിക്കാനുള്ളത് നമുക്കത് ലാംഗ്വേജ് അറിയാമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കിയാൽ തന്നെ അതിന് ഭയങ്കര കട്ടിയായിട്ടുള്ള ടോപ്പിക്സ് ഒന്നും അല്ല. നമുക്കൊരു ബേസിക് ടോപ്പിക്സ് ആണെല്ലാം. അതെല്ലാം ഒന്ന് പഠിച്ചാൽ മതി. അതങ്ങനെ പ്രത്യേകിച്ച് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സിന് നമ്മൾ ഈ കുറച്ച് ഫിസിക്കലി ഹൗസ് ബിൽഡിംഗ് എല്ലാം ഉള്ളതാണ്. ഓക്കെയാണ്. താങ്ക് യു ദീപക്, ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദീപകിന് ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.